തലസ്ഥാന നഗരിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലിനെ വിമർശിച്ചുമായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഒരു വേദിയിൽ അടുത്തടുത്തിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും മുഖത്തോട് മുഖം നോക്കിയില്ല എന്നത് ശ്രദ്ധേയമായി. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിനായി എത്തിയപ്പോൾ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാത്ത ഗവർണർ ഇന്ന് റിപ്പബ്ലിക് ദിന ചടങ്ങിലും അതുതന്നെ തുടർന്നു. കൃത്യം 9 മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയ ഗവർണർക്ക് അഭിവാദ്യം നൽകാനായി മുഖ്യമന്ത്രി എഴുന്നേറ്റെങ്കിലും അത് നോക്കാതെ ഗവർണർ മുന്നോട്ടു പോയി പതാക ഉയർത്തി. അതിനുശേഷം രണ്ടുപേരും അടുത്തടുത്തിരുന്നെങ്കിലും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശം ഗവർണർ തുടങ്ങിയതും അവസാനിപ്പിച്ചതും മലയാളത്തിലാണ്. ലോകം എമ്പാടും ഉള്ള കേരളീയർക്ക് എൻ്റെ ഹാർദമായി റിപ്പബ്ലിക് ദിന ആശംസകൾ. എന്നാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്നും ഇത് അക്കാദമി രംഗത്തെ മലിനമാക്കുമെന്നും ഗവർണർ വിമർശിച്ചു. ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഗവർണർ ചൂണ്ടിക്കാട്ടി. But dissent degenerating into violence, be it physical or verbal, is a betrayal of democracy and symbol of human failure. As a society, we should not allow group rivalries or internal struggles for power to affect governance, thereby setting a bad example for our future generations. തുടർന്ന് വിവിധ പരേഡുകൾ അരങ്ങേറി. ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു. മടങ്ങുമ്പോൾ ഗവർണർ എല്ലാവരെയും നോക്കി തൊഴുതെങ്കിലും ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാകട്ടെ മറ്റെവിടെയോ നോക്കി നിൽക്കുന്നതും കാണാമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.